ഫാത്തിമ സിനിമക്ക് നമ്മുടെ എടാ ഓള് ഓള് ഞാൻ സിനിമക്ക് പോകാനെന്ന് പറഞ്ഞതാ. ഇത് കംപ്ലീറ്റ് കൊയമാന്തര കേട്ടാ പറഞ്ഞുതരാ. നിങ്ങളിവിടെ വരി. അടിപൊളി. താങ്ക് യു. ഇത്ര നല്ലൊരു ഫിലിം, സൂപ്പർ ഫിലിം. ഫാത്തിമ സിനിമക്ക് നമ്മുടെ എടാ ഓള് ഓള് ഞാൻ സിനിമക്ക് പോകാനെന്ന് പറഞ്ഞതാ. ഫാത്തിമ നമ്മള് സിനിമ കാണാന്ന് പറഞ്ഞില്ല, പക്ഷെ എല്ലാ ദിവസവും സിനിമക്ക് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? സൂറജാണ് ഇത് കംപ്ലീറ്റ് കൊയമാന്തര കേട്ടാ പറഞ്ഞുതരാ. നിങ്ങളിവിടെ വരി. അടിപൊളി. താങ്ക് യു. ഇത്ര നല്ലൊരു ഫിലിം, സൂപ്പർ ഫിലിം. സാറിനെ നോട്ട് ചെയ്തു. താങ്ക് യു. സാറിന്റെ പേര്? ബെസ്റ്റ്. ഞാൻ ചന്ദ്രൻ, ആർട്ടിസ്റ്റ് ആണ്. ഒരു ഗവൺമെന്റ് ജോലിക്കാരനായിരുന്നു. ഈ വർഷം റിട്ടയറായി. ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല അടിപൊളി മെസ്സേജ്. സാറ് നേരത്തെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ പുറത്ത് കാത്തുനിന്ന് ഫാത്തിമ ഞങ്ങളെല്ലാരും ഉണ്ട്. ഉസ്താദ് ഉണ്ട്, ഫാത്തിമ ഉണ്ട്, സൂറ ഉണ്ട്, ആ ബെഡ് കൊണ്ടുവന്ന ആളുടെ ബെൽറ്റ് ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ബെഡ് കൊണ്ടുവന്ന ആളുടെ ബെൽറ്റ് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോ അറിയില്ല. ക്യാമറ ശരിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ അതിനെ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്താണ്. സൂപ്പർ കേട്ടോ, പൊന്നാനിക്കാരി ആകുമ്പോ ഒന്നും കൂടെ നമ്മള് ചെറുപ്പത്തിൽ കണ്ട ആളുകളുണ്ടല്ലോ, ആ ആളുകൾ, അതേപോലത്തെ ആളുകള്, പരിസരം, വീടുകളൊക്കെ അതുപോലെയുണ്ട്. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നമ്മുടെ വീട് അതെ അതെ, കോഴിയും കഴിച്ചോണ്ടിരിക്കും. കോഴിയൊക്കെ പിന്നെ വീട്ടിലൊരാൾ വരുന്ന സമയത്ത് വീട്ടിലില്ലെങ്കിൽ പലഹാരങ്ങളില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പലഹാരങ്ങൾ എത്തുന്നത്, അത് വളരെ ഉസ്താദിന്റെ ഫാനിടെ ചൂണ്ടല്ലേ. അതെ. അല്ല, അത് നമ്മുടെ ഓരോ വീടുകളിലും അങ്ങനത്തെ ആളുകളുണ്ടായിരിക്കും. ഒരു ബെഡ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം, ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു. സ്ത്രീയുടെ ശരിക്കുള്ള വേദനകളും ഒക്കെ കാണാം. താങ്ക് യു.